കെ ശൈലജ പേരാവൂരിൽ തന്നെ എന്ന വിവരം ഇപ്പോൾ പുറത്തുവരികയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അത് സംബന്ധിച്ച തീരുമാനമുണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കെ സജീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജീഷ്, നേരത്തെ പേരാവൂരിലേക്ക് തന്നെ എന്നുള്ള കാര്യം ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ധാരണയായി വന്നതാണ്. ഇപ്പോൾ സംസ്ഥാന നേതൃത്വവും അത് അംഗീകരിക്കുന്നു എന്നാണോ സജീഷ്? റീജിത്ത്, ഇതിൽ ഒരു മാറ്റവുമില്ല. കെ ശൈലജ പേരാവൂരിൽ തന്നെയാണ്. അതിൽ ടീച്ചർക്ക് അതൃപ്തിയുണ്ടെന്നും ഒരുപക്ഷെ തളിപ്പറമ്പിലേക്ക് മാറുമെന്നൊക്കെയുള്ള ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ എന്താണോ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് ആ തീരുമാനത്തിന് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അംഗീകാരം നൽകുന്നു. കെ ശൈലജ പേരാവൂരിൽ തന്നെ ജനവിധി തേടും. അങ്ങനെയാണെങ്കിൽ സണ്ണി ജോസഫ് വേഴ്സസ് കെ ശൈലജ, സംസ്ഥാനത്ത് ഒരുപക്ഷെ ഏറ്റവും വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്ന താരമണ്ഡലമായി പേരാവൂർ മാറാൻ പോവുകയാണ്. കെ ശൈലജ ഒരു വട്ടം കൂടി പേരാവൂരിലേക്ക്, മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറുന്നു. ഇതിൽ ശൈലജ ടീച്ചർക്ക് അതൃപ്തിയുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതുമാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ആണ് ഇത്തരമൊരു നിർദ്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വെച്ചത്. ആ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റും അംഗീകരിച്ചിരിക്കുന്നു. അതിൽ ഒരു മാറ്റവുമില്ല. കെ ശൈലജ പേരാവൂരിൽ. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ടി.പി. രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ ജനവിധി തേടും എന്നുള്ളതാണ്. LDF കൺവീനറായ ടി.പി. രാമകൃഷ്ണൻ ഒരിക്കൽ കൂടി പേരാമ്പ്രയിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ടി.പി. രാമകൃഷ്ണൻ കൂടി ഇളവ് നൽകിയിരിക്കുന്നു പാർട്ടി. ടി.പി. രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ ജനവിധി തേടും. ശ്രീജിത്ത്, സായ്കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിലെ ധാരണ അത് സംസ്ഥാന നേതൃത്വം കൂടി അംഗീകരിക്കുകയാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി അംഗീകരിക്കുകയാണ്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി പേരാവൂർ മാറിക്കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചു പറയാവുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കെ ശൈലജ LDF സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു. സണ്ണി ജോസഫ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആയിരിക്കും UDFന്റെ സ്ഥാനാർത്ഥിയെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു തീപാറും പോരാട്ടം പേരാവൂരിൽ നടക്കാൻ പോവുകയാണ്. റഹീസ് കൂടി വിശദാംശങ്ങളുമായി ചേരുന്നു. റഹീസ്, ശൈലജയുടെ കാര്യത്തിൽ നേരത്തെ പേരാവൂരിൽ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിൽ അതൃപ്തിയുണ്ട് എന്ന തരത്തിലൊക്കെ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു. സംസ്ഥാന നേതൃത്വവും ശൈലജ എന്ന പേരിന് അംഗീകാരം നൽകുകയാണ്. ടി.പി. രാമകൃഷ്ണന്റെ കാര്യത്തിലടക്കം, ടേം വ്യവസ്ഥയിലടക്കം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ എങ്ങനെ റഹീസ്? സംശയമുണ്ടായിരുന്ന 3 സീറ്റുകളുടെ കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമുണ്ടായിരിക്കുന്നു. കെ ശൈലജ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറട്ടെ എന്നതായിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. ആ തീരുമാനത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. കെ ശൈലജ വേഴ്സസ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരം 2011 അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മത്സരം പേരാവൂരിൽ ഉണ്ടാവും. അക്കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു. കേരള കോൺഗ്രസ് എം അധിക സീറ്റായി ചോദിച്ചത് കുറ്റ്യാടിയാണെങ്കിൽ പോലും അത് സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് വിട്ടു നൽകാനാവില്ല എന്ന നിലപാടെടുത്തപ്പോൾ പേരാമ്പ്ര വേണം എന്ന ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചത്. അത് പരിഗണിക്കാമെന്ന് CPIM നേതാക്കൾ അന്ന് മറുപടി നൽകി. പക്ഷേ പേരാമ്പ്ര സീറ്റ് CPIM വിട്ടുകൊടുക്കുന്നില്ല. LDF കൺവീനറായ ടി.പി. രാമകൃഷ്ണൻ തന്നെ വീണ്ടും പേരാമ്പ്രയിൽ മത്സരിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. മറ്റൊന്ന്, തളിപ്പറമ്പിന്റെ കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാറുമ്പോൾ അവിടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ കൂടിയായ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് PK ശ്യാമളയെ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിരുന്നു. ആ തീരുമാനത്തിന് പ്രധാനമാണ്. തളിപ്പറമ്പിൽ PK ശ്യാമള തന്നെ എന്ന തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുന്നു. ഇതിനോടകം തന്നെ ചില പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, അനുഭാവികളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു പരസ്യ വിമർശനം, പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടു. എന്ന് മാത്രമല്ല, ജില്ലാ നേതൃത്വത്തിനകത്തും ആ പേരിനോട് അതൃപ്തിയുണ്ട്. ഈ വലിയ വിമർശനം ഉയരുന്ന ഘട്ടത്തിൽ പക്ഷേ അതിനെ അവഗണിക്കുക, ആ ഒരു വിമർശനത്തെ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം പോവുകയാണോ റഹീസിലേക്ക് അല്പസമയത്തിനകം തന്നെ റഹീസ് തുടരാം. അത്തരം വിമർശനങ്ങളെ ഗീജിത്ത്, പ്രാദേശികമായി ഉയരുന്ന അത്തരം വിമർശനങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന വിമർശനങ്ങളായി മാത്രം കണ്ടാൽ മതി എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് PK ശ്യാമളയെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ CPIMന്റെ അണികളിൽ നിന്ന്, പ്രത്യേകിച്ച് സൈബർ അണികളിൽ നിന്ന് വലിയ വിമർശനം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലും ആ തീരുമാനം മാറ്റേണ്ടതില്ല എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ധാരണയെത്തിയത്. MV ഗോവിന്ദൻ
തന്നെ ഒഴിയുമ്പോൾ മുൻ ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സണായിരുന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ ഭാര്യ കൂടി ആയ പി കെ ശ്യാമള മത്സരിക്കട്ടെ എന്ന കാര്യത്തിലും വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്.